നോക്കട്ടെ കേട്ടോ. ഓക്കെ, എന്താണ് ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഏകദേശം നോക്കിയിട്ടുണ്ട്. അതിന് വന്ന എന്തൊക്കെയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇടുക കേട്ടോ. അത് നമുക്ക് അനുസരിച്ച് നോക്കാം. നിങ്ങൾക്ക് എന്താ പറയാ ചെയ്ത് അതിൽ കിട്ടാതെ വന്നിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ചെയ്തിട്ട് നമ്മുടെ സാധാ കോളേജിലുള്ള SQL ഉണ്ടല്ലോ, SQL പ്ലസ്, അതിൽ ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമുക്ക് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കോളേജിൽ വന്നിട്ട് SQL പ്ലസിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെയാണെന്നൊന്ന് ഫെമിലറൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഓൾട്ടർ വേണമെങ്കിൽ അത് അങ്ങനെ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഒരു വീഡിയോ എടുത്തിട്ടാൽ മതിയല്ലോ. ഏകദേശം DDL കമാൻഡ്സുകൾ ഓക്കെ ആണോ? ആണോ? DDL കമാൻഡ്സുകൾ ഓക്കെ ആണോ? ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. DDL കമാൻഡ്സുകൾ ഓക്കെ അല്ല? അത് ഏതൊക്കെയാണെന്നൊന്ന് ലിസ്റ്റ് ചെയ്തിടണേ. എന്നിട്ട് ഞാൻ PLSQL ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാം. ഞാൻ നോക്കട്ടെ അത് അവിടെ നിന്ന്. എൻ്റെ ഇതിലും ഇൻസ്റ്റാൾ ആയില്ല. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല അവിടെ നിന്ന് കോളേജിൽ നിന്ന്. അപ്പോൾ അതെന്താ പ്രശ്നം എന്ന് നോക്കിയിട്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് വഴി ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാൻ നോക്കാം. പിന്നെ നിങ്ങൾക്ക് കിട്ടാതെ വന്ന ഏതാണോ കമാൻഡ്സുകൾ അതൊന്ന് ഇടുക, ഗ്രൂപ്പിൽ ഇടുക. അത് വേണമെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ട് തരാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ ഓക്കെ അമൽ. ഓക്കെ, ഗ്രൂപ്പിൽ തന്നെ ഇട്ടോ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഈ പ്രാവശ്യം ചെയ്യാനുള്ളത് DDL കമാൻഡ്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നു അല്ലെ? സിൻടാക്സ് പഠിക്കുക കേട്ടോ. ക്രിയേറ്റ് ഉണ്ട്. പിന്നെ ഏതൊക്കെയായിരുന്നു കമാൻഡ്സുകൾ? ഏതൊക്കെയായിരുന്നു? ഈ DDL കമാൻഡ്സുകൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് DDL കമാൻഡ്സ് എന്ന് പറയുന്നത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? Data definition language അല്ലേ? That's mainly alter or create the structure of a table അല്ലെ? ഒരു ടേബിളിന്റെ സ്ട്രക്ചറിനെ ചേഞ്ച് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, വേണമെങ്കിൽ ആ ടേബിൾ ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ഫുൾ ആയിട്ട് കളയാം അല്ലെ? അതുപോലെ തന്നെ ഓൾട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓൾട്ടർ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേനും ഓൾട്ടർ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു കോളം നെയിം എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ഡ്രോപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ ചെയ്യാൻ പറ്റുന്നത് ഡാറ്റ ടൈപ്സ് ചേഞ്ച് ചെയ്യാം. ഇത്രയുമാണ് ഓൾട്ടറിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതെല്ലാം ചെയ്ത് നോക്കിയോ? അതെല്ലാം ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു, ചെയ്തു നോക്കിയോ? അത് വർക്കായില്ല അല്ലെ കുറെ പേരുടെ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ഞാനൊന്ന് ഓൾട്ടർ ക്രിയേറ്റ് ചെയ്യാൻ ഓക്കെ ആയി, ഡ്രോപ്പ് ചെയ്യാനും ഓക്കെ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി വന്നിട്ട് ഓൾട്ടർ അല്ലേ? ഓൾട്ടർ 3 രീതിയിലുള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ട് അയച്ചു തരാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രമാണ്. ഓക്കെ, ബാക്കി നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് വരാൻ പറ്റുന്ന, എല്ലാവരോടും വരാൻ പറ്റുന്ന ഒരു ദിവസം സെലക്ട് ചെയ്യുവാണെങ്കിൽ ഞാനോട് വന്നിട്ട് കോളേജിൽ ചോദിച്ച് നമുക്ക് ലാബ് ഓപ്പൺ ചെയ്ത് വേണം ചെയ്യാൻ. അത് ഒന്ന് കുറച്ചുനാൾ കഴിയുമ്പോഴത്തേനും നിങ്ങളൊന്ന് നോക്കിട്ടോ. നിങ്ങൾ എല്ലാവരോടും കൂടി ഒരുമിച്ച് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇനി രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് DML കമാൻഡ്സുകളാണ്. DML കമാൻഡ്സുകൾ. DML കമാൻഡ്സ് എന്ന് പറയുന്നത് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേനും അതിൽ വരുന്നത് DML കമാൻഡ്സുകൾ എന്ന് പറയുന്ന ചാറ്റ് ബോക്സിൽ നോക്കാം കേട്ടോ. വരുന്നത് ശരിക്കും ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് വി ക്യാൻ
മാനിപ്പുലേറ്റ് ദ ഡാറ്റ ഇൻ എ ടേബിൾ. ഒരു ടേബിളിലുള്ള ഡാറ്റനെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതിന് യൂസ് ചെയ്യുന്ന കറസ്പോണ്ടിങ് കമാൻഡ്സുകളാണ് DML കമാൻഡ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് എ DML കമാൻഡ് അല്ലെ. ഡാറ്റ അതിലേക്ക് കൊടുക്കുന്നത് എന്താ, DML കമാൻഡ്സുകളിൽ വരുന്നതാണ് ഇൻസേർട്ട്. ഓക്കെ, ഇൻസേർട്ട് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടേബിളിന്റെ ഉള്ളിലെ ഡാറ്റനെ ഫുൾ ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓരോ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡിലീറ്റ്. ഓക്കെ, ഡിലീറ്റ് കമാൻഡ് അതിൽ വരുന്നതാണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് അപ്ഡേറ്റ്. ഓൾറെഡി ഉള്ള ഡാറ്റനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അപ്ഡേറ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഹോൾ ഡാറ്റനെ ഡിസ്പ്ലേ ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് കമാൻഡാണ്. സെലക്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളത് എല്ലാ ഇതിന്റെയും സിൻടാക്സും കാര്യങ്ങളും പറഞ്ഞിരുന്നതാണ്. സിൻടാക്സ് ഒന്നും കൂടി പറയണോ? അതോ ലാബിൽ ചെയ്തത് എങ്ങനെയാന്ന് കാണിച്ചു തന്നാൽ മതിയോ? എന്തോ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാൻ പറ്റുമോ ഇപ്പൊ തന്നെ? സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ ഇന്ന് കുട്ടികൾക്ക് ലാബ് ഉണ്ടായിരുന്നു. അപ്പൊ ലാബിൽ അവരുടെ എക്സ്പെരിമെന്റ് ഉണ്ട്. നിങ്ങൾ എഴുതാനുള്ള എക്സ്പെരിമെന്റ് തന്നെയാണ്. വിത്ത് അതിന്റെ ആൻസറും ക്വസ്റ്റ്യനുമായിട്ട് കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. പോരെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇതായിരുന്നു സെക്കൻഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, ഫെമിലറൈസേഷൻ ഓഫ് DML കമാൻഡ്സ്. അതിൽ എയിം കൊടുത്തിരിക്കുന്നത് എനിക്ക് സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. കണ്ടു, ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് ടേബിൾ നെയിം സ്റ്റുഡൻസ് ഡീറ്റെയിൽസ്. ഓക്കെ, ദെൻ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളിന്റെ ഉള്ളില് റോൾ നമ്പർ, മാർക്ക് പിന്നെന്താ ഉള്ളത് നോക്കട്ടെ കേട്ടോ. റോൾ നമ്പറും മാർക്കും നെയിമും താഴെ കൊടുത്തിട്ടുണ്ട്. എഴുതിയിരിക്കുന്നതിൽ എന്തോ വ്യത്യാസമുണ്ട്. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ടേബിൾ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിൾ, അതിൽ നെയിം, റോൾ നമ്പർ, മാർക്ക്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ എന്താ പ്രൈമറി കീ ആയിട്ട് റോൾ നമ്പറിനെ സെറ്റ് ചെയ്യും. ബിക്കോസ് റോൾ നമ്പർ എല്ലാവർക്കും സെയിം ആയിട്ട് ഒരിക്കലും വരാറില്ല. ദാറ്റ്സ് യൂണീക്ക് ആണ്. അങ്ങനെയുള്ളതാണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അതിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ വാല്യൂ എൻറ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അടുത്ത ടേബിൾ നോക്കിയേ. അടുത്ത ടേബിള് മാർക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളാണ്. മാർക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളില് റോൾ നമ്പർ ഉണ്ട്, ദെൻ 3 മാർക്കുകളുണ്ട്, 3 സബ്ജക്റ്റിന്റെ മാർക്കുകളുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അതില് ഫസ്റ്റ് റോൾ നമ്പർ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളിൽ കിടക്കുന്ന റോൾ നമ്പർ തന്നെയായിരിക്കണം ഈ ടേബിളിലും ഉള്ള റോൾ നമ്പർ. ഓക്കെ ആണോ? ദെൻ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ, അതായത് ഒരിക്കലും ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവരുത്. ഓക്കെ, റോൾ നമ്പർ ഉണ്ടെങ്കിൽ അത് ആ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ ടേബിളിൽ കിടക്കുന്ന ആ കറസ്പോണ്ടിങ് നെയിം ഉള്ള ആളുടെ റോൾ നമ്പർ തന്നെയായിരിക്കണം എവിടെ മാർക്ക് ഡീറ്റെയിൽസിലും വരാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? റെഫറൻസ്, അതായത് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യാന്ന് പറയും. അതായത് ഇപ്പൊ ആദ്യത്തെ ടേബിളിൽ പേരന്റ് ടേബിൾ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് ടേബിൾ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിള് പേരന്റ് ടേബിൾ ആണ്. ആ പേരന്റ് ടേബിളിൽ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഏതാണോ ആട്രിബ്യൂട്ട്, ആ ആട്രിബ്യൂട്ടിനെ ആയിരിക്കും നമ്മൾ എവിടെ അടുത്ത ടേബിളിൽ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യുക. ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഫറൻസസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താൽ മതി. എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കിയേ. റോൾ നമ്പർ ഇൻറ്റ്, അത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കും? ആട്രിബ്യൂട്ടിന്റെ നെയിം കൊടുക്കും. ദെൻ പിന്നെ കൊടുക്കുന്നത് ഇൻറ്റ്, അതായത് ഡാറ്റ ടൈപ്പ് കൊടുക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു കീവേഡ് കൊടുക്കുന്നുണ്ട് റെഫറൻസസ്. ദാറ്റ് ഇസ് അത് എന്താ ഡിനോട്ട് ചെയ്യുന്നത്? ഫോറിൻ കീ ആണ്, വേറെ എവിടെയോ ഉള്ള ഒരു ആട്രിബ്യൂട്ടിനെ ഞാൻ ഇങ്ങോട്ട് യൂസ് ചെയ്യുന്നു എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് റെഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പേസ് ഇട്ടിട്ട് പിന്നെ നോക്കിയേ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ്.
സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ബ്രാക്കറ്റിലുള്ള റോൾ നമ്പർ. നോട്ട് നൾ എന്ന് പറഞ്ഞാൽ നൾ ആവരുത് എന്നാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഏതാ, മുകളിലത്തെ ടേബിൾ ആണല്ലേ, ആ ടേബിളിലെ റോൾ നമ്പർ തന്നെയാണ് ഇവിടെ വരേണ്ടത് എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ടേബിളിലുള്ള ഡാറ്റ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഡാറ്റാസ് മാറിപ്പോകാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അതുകൊണ്ട് അത് കവേർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെയാണോ? ഇത്ര ഓക്കെയാണോ? ഇത്ര ഓക്കെയാണോ? ഓക്കെ, നമുക്ക് നോർമലി അറിയാവുന്ന കേസ് തന്നെയാണ് അല്ലേ. ഓക്കെ, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന അറിയാം, ദെൻ റെഫറൻസസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നതും. ദെൻ ഡിസ്ക്രിപ്ഷന് പകരം നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരുന്ന ഏതായിരുന്നു, ഒരു ടേം യൂസ് ചെയ്തിട്ട് ചെയ്തിരുന്നല്ലോ അല്ലെ. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഡീറ്റെയിൽസ് എടുക്കുക. നിങ്ങൾ DESC എന്ന് തന്നെ സ്പെസിഫൈ ചെയ്ത് ആ ഡീറ്റെയിൽസ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയേ. ടേബിൾ രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഇനി വന്നിട്ട് ഇൻസേർട്ട് ഡാറ്റ ഇൻടു സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് ആൻഡ് മാർക്ക് ഡീറ്റെയിൽസ്, രണ്ട് ടേബിളിലേക്ക് നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പല രീതികളുണ്ട്. പല രീതികൾ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ കാണിച്ചു തരാമേ. അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുവാണേ. ഒരു രീതി എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? പിള്ളേർ സ്ക്രീൻഷോട്ട് എടുത്താണ്. നോക്കിയേ, ഹോൾ ഡാറ്റ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് കൊടുക്കുന്ന എങ്ങനെയാന്ന് നോക്കിയേ. ഇൻസേർട്ട് ഓൾ, കണ്ടോ, ഇൻസേർട്ട് ഓൾ ഇൻടു ടേബിളിന്റെ നെയിം വാല്യൂസ് ബ്രാക്കറ്റിന്റെ ഉള്ള എന്താ ഏത് ഓർഡർ ആണോ ആ ഓർഡറിൽ കൊടുക്കുക. അത് എത്ര എണ്ണം ഉണ്ടെങ്കിൽ അത്രയും കൊടുക്കുക. ഓക്കെ ആണോ? ദെൻ ലാസ്റ്റ് സെലക്ട് സ്റ്റാർ ഫ്രം ഡ്യുവൽ സെമികോളൻ. ഡ്യുവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡമ്മി ടേബിൾ ആണ്. ഈ ഡാറ്റ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇൻസേർട്ട് ഓൾ ഇൻടു ടേബിളിന്റെ നെയിം വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ഡ്യുവൽ. ഓക്കെ ആണോ? മനസ്സിലായോ എങ്ങനെയാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്? വേറെ രീതി പറഞ്ഞുതരാം. ഓക്കെ ആണോ? ഓക്കെ, ഇനി വേറെ രീതി നമുക്ക് ചെയ്യാൻ പറ്റുമേ. കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇതൊരു രീതി. കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതില് ആദ്യത്തെ കൊടുത്തിരിക്കുന്ന നോക്കിയേ, ഇൻസേർട്ട് ഇൻടു സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് വാല്യൂസ് ബ്രാക്കറ്റിന്റെ ഉള്ളില് നെയിം റോൾ നമ്പർ മാർക്കാണ്. അപ്പൊ എനിക്ക് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കൊടുക്കേണ്ടത് ബ്രാക്കറ്റിന്റെ ഉള്ളില് നോക്കി ഇൻസേർട്ട് ഇൻടു ടേബിളിന്റെ നെയിം വാല്യൂസ് എന്ന് വേണം അതിന്റെ സിന്റാക്സ് കേട്ടോ. ഇൻസേർട്ട് ഇൻടു ടേബിളിന്റെ നെയിം വാല്യൂസ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഏത് ഓർഡറിലാണോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഓർഡറിൽ തന്നെ കൊടുക്കുക. ഇപ്പം ഫസ്റ്റ് സ്റ്റുഡൻസ് ഡീറ്റെയിൽസിന്റെ കേസിൽ നെയിം ആണെങ്കിൽ സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കണം. കാരണം നെയിം എന്താ, വാർക്യാർ ആണ്. ഓക്കെ, വാർക്യാർ ആയതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കണം,
ആംബ്രസാൻഡ് നെയും സിംഗിൾ കോട്സിന്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ. ഈ ആംബ്രസാൻഡ് ആണ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്നു എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ആംബ്രസാൻഡ് റോൾ നമ്പർ, ആംബ്രസാൻഡ് മാർക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ, ഇവിടെ കണ്ടോ താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ, എൻറ്റർ വാല്യൂ ഫോർ നെയിം, എൻറ്റർ വാല്യൂ ഫോർ റോൾ നമ്പർ, എൻറ്റർ വാല്യൂ ഫോർ മാർക്ക് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് തരും. നമുക്ക് കീബോർഡിൽ നിന്ന് തന്നെ റീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെ അല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് മുകളിലുണ്ട്, ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് വാല്യൂസ്, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഏതാണോ അത് കൊടുക്കുക, സെമിക്കോളൻ. അപ്പൊ ഒറ്റൊരു റോ മാത്രമായിരിക്കും എന്ത് നമ്മുടെ ടേബിളിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ആവുക. മറ്റേ കേസിലാണെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യം കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ ആണോ? കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണ കേസ് ഒന്നുകൂടെ പറയോ? ഇൻസേർട്ട് ഇൻ ടു നെയിം വാല്യൂസ്, ബ്രാക്കറ്റിന്റെ ഉള്ളില് ആംബ്രസാൻഡ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ. ഇതിൽ വർക്ക് ചെയ്യുമെന്ന് ഒന്നുകൂടെ നോക്കണം കേട്ടോ, അല്ലാത്തതായിരിക്കും വർക്ക് ചെയ്യണത്. നോക്കിയിട്ട് അത് കിട്ടുവാണെങ്കിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. മറ്റേ SQL പ്ലസിലാണ് നമുക്ക് അങ്ങനെ ചെയ്ത് ഞാൻ നോക്കിയത്. ഇപ്പൊ എങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പ്രോഗ്രാംസിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് പറ്റുന്നത് ഇതായിരിക്കും, ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻസ് വാല്യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും, പിന്നെ ഇൻസേർട്ട് ഓളും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, നോക്കട്ടെ, ചെയ്ത് കിട്ടുവാണെങ്കിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ ആണോ? ഇൻസേർട്ട് യൂസ് ചെയ്ത് 3 രീതി ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായോ? ഇതെല്ലാം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് പല പല ഡ്രോബാക്കുകൾ വരും. അത് ക്ലിയർ ചെയ്യുക, ഗ്രൂപ്പ് വഴി ക്ലിയർ ചെയ്യുക കേട്ടോ. അപ്പൊ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതവിടെ ഇടുക കേട്ടോ. ഞാനത് ക്ലിയർ ചെയ്തോളാം കേട്ടോ. പേഴ്സണലി ഇടുന്നതിനേക്കാൾ നല്ലത് ഗ്രൂപ്പിൽ ഇടുന്നതാണേ. ഓക്കെ, ഓക്കെ, പേഴ്സണലി ഇടണ്ട, ഗ്രൂപ്പിൽ തന്നെ ഇട്ടോളൂ. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻസേർട്ട് ചെയ്യാനുള്ള പരിപാടിയും പഠിച്ചു അല്ലെ. ഇൻസേർട്ട് ഇൻ ടു ടേബിളിന്റെ നെയിം വാല്യൂസ്, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആംബർസാൻഡ് ഇട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ ഇൻസേർട്ട് ഓൾ ഇൻ ടു ടേബിളിന്റെ നെയിം ദെൻ വാല്യൂസ് ഓരോന്നും സ്പെസിഫൈ ചെയ്ത് കൊടുത്ത് സെലക്ട് സ്റ്റാർട്ട് ഫ്രം ഡ്യുവൽ സെമിക്കോളൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൾക്ക് ഓഫ് ഡാറ്റനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇല്ലെങ്കിൽ ഒറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണേലും കൊടുക്കാം. അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യൂ കേട്ടോ. പല രീതിയിലുണ്ട് എന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് 2 ടേബിൾ ഉണ്ട്. ആ 2 ടേബിളിലേക്കും ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ആ ഡാറ്റ തന്നെ ഇൻസേർട്ട് ചെയ്യുക. കാരണം വെച്ചാൽ എനിക്ക് അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റും ഡിലീറ്റും ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണല്ലോ. അപ്പൊ ഈ പറയുന്ന ഡാറ്റ തന്നെ, തൊട്ട് താഴെ കിടക്കുന്ന ഡാറ്റ തന്നെ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി എനിക്ക് ഡാറ്റ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണണം. ഓക്കെ, ഡാറ്റ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കമാൻഡ് യൂസ് ചെയ്യുന്നത്? സെലക്ട് എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെലക്ട് എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഇത്രേ ഉള്ളൂ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെ കൊടുക്കണ്ടേ? ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. സ്റ്റാർ എന്ന് പറയുന്നത് അതിലെ എല്ലാ ഡാറ്റയും ഡിസ്പ്ലേ ചെയ്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ടേബിളിലെ ഡാറ്റ ഫുൾ എനിക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് 2 ടേബിൾസ്, സ്റ്റുഡൻറ് ഡീറ്റെയിൽസും മാർക്ക് ഡീറ്റെയിൽസും ചെയ്യുക, ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഫസ്റ്റ് വൺ റോൾ നമ്പർ എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്. രണ്ടാമത്തേൽ ആ റോൾ നമ്പർ എന്ന് പറയുന്നത് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് റെഫറൻസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ള ആ സിന്റാക്സ് ഒന്ന് നോക്കുക. ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് ആ ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ 3 രീതിയിലും ചെയ്ത് നോക്കുക. എവിടെയൊക്കെയാണോ പ്രശ്നം വരുന്നത് അപ്പൊ അതിനനുസരിച്ച് ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ചെയ്ത് വീഡിയോ ആയിട്ട് ഇട്ട് തരുമോ എന്താ വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കുക.
എന്നിട്ട് എന്താണ് പ്രശ്നം, നമ്മളിപ്പം ഓൺലൈൻ ചെയ്യുമ്പോൾ പല പല ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും, പല SQL ലൈറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ചിലതൊന്നും വർക്ക് ചെയ്യില്ല. അപ്പൊ അത് എന്താണെങ്കിലും നമുക്ക് SQL പ്ലസിലേക്ക് തന്നെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുക, അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ. പിന്നെ ചെയ്യേണ്ടത് എല്ലാ രീതിയിലും ഇൻസേർട്ട് ചെയ്യാൻ നോക്കുക. ദെൻ പിന്നെ വന്നിട്ട് ചെയ്യാനുള്ളത് എന്താ പറയാ, എല്ലാ ഡാറ്റാസും ടേബിളിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്യാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടേബിളിൽ നിന്ന് ഡാറ്റാസ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. ഓക്കെ. ഇനി അടുത്ത മൂന്ന് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതില് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിസ്പ്ലേ ദ ഡാറ്റ ഫ്രം സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ആൻഡ് മാർക്ക് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ദ റോൾ നമ്പർ 21 ഫ്രം മാർക്ക് ഡീറ്റെയിൽസ്, ഡിലീറ്റ് ദ റോൾ നമ്പർ 21 ഫ്രം മാർക്ക് ഡീറ്റെയിൽസ്. ഇതാണ് രണ്ടാമത്തെ ടേബിൾ നോക്കുക. രണ്ടാമത്തെ ടേബിളിൽ നോക്കിയേ, റാണി, രാജു, പിന്നെ ആരാ, മനു. ഓക്കെ, അങ്ങനെ 3 പേരുണ്ട്. ദെൻ റോൾ നമ്പർ 3, 21, 26, 130, 18, 190 ഇത്രയാണ് വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 21 റോൾ നമ്പർ വന്നിരിക്കുന്ന ആളുടെ ഫുൾ റോ എടുത്ത് കളയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കളയണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യേണ്ട DML കമാൻഡ് ഏതാ? DML കമാൻഡ് ഏതാ? ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് ആണ്. ഓക്കെ, ഡിലീറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്താൽ മതി. ഇത് നോക്കിയേ, ആദ്യമേ കൊടുത്തിരിക്കുന്നുണ്ടോ? ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നോക്കിയേ, ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം. അതായത് എനിക്ക് ആ ടേബിളിലെ ഫുൾ ഡാറ്റാസ് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഡിലീറ്റ് ടേബിൾ നെയിം എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഹോൾ ഡാറ്റ കളയണമെങ്കിൽ ഡിലീറ്റ് എന്ന് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് 21 റോൾ നമ്പർ ആയിരിക്കുന്ന ആളുടെ മാത്രം ഡിലീറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് വെയർ എന്ന് പറയുന്നത്. അപ്പൊ ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം വെയർ, അവിടെ കൊടുത്തിരിക്കുന്ന മാർക്സ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ടേബിളിൽ ഏതാ റോൾ നമ്പറിന്റെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ ആട്രിബ്യൂട്ടിന്റെ നെയിം തന്നെ കൊടുക്കുക. ദാറ്റ്സ് ഈക്വൽ ടു 21. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം വെയർ റോൾ നമ്പർ ഈക്വൽ ടു എന്താണോ കൊടുക്കാൻ. ഇപ്പൊ സപ്പോസ് ഞാനൊരു നെയിം ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചു. നെയിം ആണെങ്കിൽ അത് ഏത് ഡാറ്റ ടൈപ്പിൽ കിടക്കുന്നത്? വാർക്യാറിലാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് സിംഗിൾ കോട്സിന്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ. ഓക്കെ ആണോ? എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാവോ? ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡിസ്പ്ലേ ചെയ്യണം. കാരണം എങ്കിലേ നമുക്ക് ആ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ സെലക്ട് സ്റ്റാർ ഫ്രം മാർക്ക് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഏതെങ്കിലും ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോൾ ഡാറ്റ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം എന്ന് കൊടുത്താൽ മതി. ഇത് സിൻടാക്സ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടാണെങ്കിൽ വെയർ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു, അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 190 മാർക്കുള്ള ആളുടെ പേര് മാറ്റൂ എന്നാണ് ഞാൻ കൊടുത്തിരുന്നത്. ഓക്കെ, മനു എന്നായിരുന്നു പേര്. അത് ഇത്ര മാത്രമേ കൊടുത്തുള്ളൂ. 190 എന്ന് മാർക്കുള്ള ആളുടെ പേര് മാറ്റൂ എന്നാണ് കൊടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ
എന്ത് കൊടുക്കണം? അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുക. അപ്ഡേറ്റിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്: അപ്ഡേറ്റ് ടേബിളിന്റെ നെയിം, ദെൻ സെറ്റ്. അപ്ഡേറ്റ് ടേബിളിന്റെ നെയിം, സെറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുക. ദെൻ ഏതാണോ ആട്രിബ്യൂട്ട് ആണോ ചേഞ്ച് ചെയ്യാനുള്ളത് അതിന്റെ പേര് കൊടുക്കുക. ഇപ്പൊ എനിക്ക് പേരല്ല മാറ്റേണ്ടത്. അപ്പൊ നെയിം ഈക്വൽ ടു പുതിയത് ഏതാണോ ആ പേര് അവിടെ സെറ്റ് ചെയ്യുക. വെയർ കണ്ടീഷൻ വേണം, ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് മാർക്ക് 190 ആയിട്ടുള്ള ആളുടെ മാർക്ക് തന്നെ മാറ്റണം. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. അപ്പൊ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്ഡേറ്റ് ടേബിളിന്റെ നെയിം, സെറ്റ് നെയിം ഇസ് ഇക്വൽ ടു അനു, വെയർ മാർക്ക് ഇസ് ഇക്വൽ ടു 190. ഇത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പറയാനുള്ള എല്ലാം പറയാം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? എനിക്ക് ലെറ്റർ ആർ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്ത് കാണണം. റിട്രീവ് ദ ഡാറ്റ ഫ്രം ദി സ്റ്റുഡൻസ് ടേബിൾ വെയർ നെയിം സ്റ്റാർട്ട്സ് വിത്ത് ആർ. ഓക്കെ, അങ്ങനെ ആറ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെയാ ഡാറ്റ നോക്കാം. കണ്ടോ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു റിട്രീവ് ഓൾ ദ ഡാറ്റ ഫ്രം ദി സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് വെയർ നെയിം സ്റ്റാർട്ട് വിത്ത് ആർ. ഓക്കെ, ആറ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നെയിമിന്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് എൻ്റർ ചെയ്യുക. ഇവിടെ നോക്കിയേ, നെയിം റാണി രാജു. ഓക്കെ, ആ രണ്ടുപേരുടെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പൊ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാനില്ലേ? ഡിസ്പ്ലേ ചെയ്ത് കാണണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് സെലക്ട് ആണ്. ഓക്കെ, സെലക്ട് ആണ് യൂസ് ചെയ്യുക. സെലക്ട് യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യണം അല്ലെ? കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യണം. നോക്കിയേ, സെലക്ട് സ്റ്റാർ ഫ്രം, ആറ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ടപ്പിളും അല്ലെങ്കിൽ റെക്കോർഡും അല്ലെങ്കിൽ ഇൻസ്റ്റൻസും അല്ലെ, എല്ലാം ഒരു റോയിനെ പറയുന്നത് ടപ്പിൾ എന്ന് പറയും, റെക്കോർഡ് എന്ന് പറയും, ഇൻസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് എല്ലാം വേണ്ടത് കൊണ്ടാണ്, ഒന്നിലധികം വാല്യൂസ് അല്ലെങ്കിൽ നെയിം ആറ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റണം. അപ്പൊ അതാണ് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം വെയർ നെയിം ലൈക്ക് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ള R%. ഓക്കെ, R% എന്ന് ഉദ്ദേശിക്കുന്നത് ആറ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബാക്കി എന്തും ആയിക്കോട്ടെ എനിക്ക് ആറ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വേണം. അപ്പൊ അതിന് മുമ്പ് യൂസ് ചെയ്യുന്ന എന്താ? ലൈക്ക് ആണ്. ഇങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് എന്ത് യൂസ് ചെയ്തിട്ടാ? ക്ലോസ് യൂസ് ചെയ്തിട്ടാ? വെയർ എന്ന് പറയുന്ന ക്ലോസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് വെയർ നെയിം ലൈക്ക് R%. സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇപ്പൊ തന്നെ ചെയ്യാലോ, നമുക്ക് അരമണിക്കൂറില്ലേ? ഓക്കെ, ഞാന് നമുക്ക് അറ്റൻഡൻസ് എടുത്തില്ല അല്ലെ? അറ്റൻഡൻസ് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇപ്പൊ 7:33 ആയിട്ടുണ്ട്. 8 മണി വരെ ഞാൻ അവൈലബിൾ ആണ്. ഇവിടെ ഓൺലൈൻ തന്നെ ഉണ്ടാവും. അപ്പൊ ഡൗട്ട് ഉള്ളത് ക്ലിയർ ചെയ്യുക, ഓരോന്നായിട്ട് കയറി ചെയ്യുക. ഓക്കെ, ഇപ്പൊ ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ ആണോ? അതിനുശേഷം 8 മണിയാകുമ്പോഴത്തേനും ഞാൻ അറ്റൻഡൻസ് എടുത്തോളാം. ഓക്കെ, മാമിന്റെ ക്വസ്റ്റ്യനും കാര്യങ്ങളും എന്തോ? ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാനത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ എടുത്ത് പഠിപ്പിച്ചേ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മിസ് ഇത് എന്തിലായിരുന്നു ചെയ്യേണ്ടത്? ഹന ആദ്യമായിട്ടാണ് കയറുന്നത്.
ഹന SQL ഓൺലൈൻ കമ്പൈലർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഏതെങ്കിലുമൊക്കെ വരും. പ്രോഗ്രാമിംഗ്സ് ആണ് ഞാൻ നോക്കിയത്. അതിൽ കയറിയിട്ട് ചെയ്തു കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. CSCയിലെ കുട്ടിയുണ്ടോ? സജിന ഉണ്ട് മിസ്സേ. സജിന ഉണ്ടല്ലേ? ഓക്കെ. സജിനയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മിസ് ഞാൻ പറയട്ടെ, ഞാൻ കമ്പൈലറിലെ ക്രിയേറ്റ് ടേബിൾ ഒക്കെ കൊടുക്കുമ്പോ ഓക്കെ ആയിട്ടുണ്ടായില്ലായിരുന്നു. അതെന്താ അങ്ങനെ ഉണ്ടെങ്കിൽ ഡൗട്ട് ഉള്ളത് ചോദിക്കണ്ടായിരുന്നോ? പേഴ്സണലി ചോദിക്കണം. അല്ല, എനിക്കിതിന്റെ ഔട്ട്പുട്ട് പിന്നെ ഏകദേശം അറിയാം. വെച്ചാ ഞാൻ പോളിടെക്നിക്കിൽ ചെയ്തിട്ടുണ്ട്. അല്ല അത് പോരാ, ഞാന് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അത് ചെയ്യണം കേട്ടോ. അറിയാമോ ഇല്ലയോ എന്നുള്ളല്ലോ മാറ്റർ. നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ നിങ്ങളിപ്പം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലാബ് സെക്ഷൻ കണ്ടക്ട് ചെയ്തു എന്നുള്ളതിന്റെ പ്രൂഫാണത്. ഓക്കെ. ഇതിന് മാർക്കുള്ളതല്ലേ, ലാബ് ഇവാലുവേഷൻ ഉള്ളതാണ്. അപ്പൊ എന്താണെങ്കിലും അത് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് അതിനനുസരിച്ച്. ഓക്കെ. ക്ലാസ് റൂമിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ജോയിൻ ചെയ്തായിരുന്നോ? ഇല്ല. ലേറ്റ് ആയിട്ടാണെങ്കിൽ ചെയ്യാം. ഹന്നെ അതുപോലെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്ത ക്രിയേറ്റ് പോലെ തന്നെയാണ്, ക്രിയേറ്റ് തന്നെയാണത്. ഓക്കെ ഹന്ന? ക്ലാസ് ലിങ്ക് ഉണ്ടോ? ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും നോക്കുക. നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇനി അത് കഴിഞ്ഞു പോയതല്ല, അത് പേഴ്സണലി എനിക്ക് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്യും കേട്ടോ. പ്രോഗ്രാമിംഗ്സ് എന്ന് പറയുന്നതിൽ കയറി നോക്കും. അപ്പൊ ആദ്യമേ നിങ്ങൾ 2 ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ. ഞാനിവിടെ ലൈവ് ഉണ്ട് കേട്ടോ. തിരിച്ച് ഒരു 5 മിനിറ്റ് ഉള്ളപ്പോൾ തിരിച്ച് ജോയിൻ ചെയ്യണേ എല്ലാവരും. മിസ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നതാണോ ഇപ്പൊ ചെയ്തു നോക്കാൻ പറഞ്ഞേ? അതെ 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 അതെ. കയറാൻ സമയമായല്ലോ. ഞാനത് നിങ്ങളുടെ അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങളുടെ അറ്റൻഡൻസ് ഇട്ടോളാം കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും ലെഫ്റ്റ് ചെയ്തോ. നിങ്ങൾക്ക് ചെയ്യാനുള്ള അസൈൻമെന്റ് 2 എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ദെൻ അതിലേക്ക് നിങ്ങൾക്ക് കിട്ടിയത് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. ഓക്കെ. എല്ലാവരും ലെഫ്റ്റ് ചെയ്തോ കേട്ടോ. ഓക്കെ.